ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനേഷ്. ഇന്നത്തെ വീഡിയോ കുറച്ചധികം അധ്യാപകർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഈ വാർത്തയെപ്പറ്റിയാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കേറ്ററ്റ് ഇല്ലാതെ നിയമിച്ച അധ്യാപകരെ പിരിച്ചുവിടാൻ ഉത്തരവ്. ഇത് യാഥാർത്ഥ്യമാകുമോ? ഇതിനെന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കാരണം ഇത് എന്ന് പറയുന്നത്, ഈ പത്രവാർത്ത പറയുന്ന ഇത്രയേ ഉള്ളൂ. എയ്ഡഡ് സ്കൂളുകളിൽ 2019-20 അധ്യയന വർഷം മുതൽ അധ്യാപക യോഗ്യത പരീക്ഷയായ കേറ്ററ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ നിയമിച്ച മുഴുവൻ അധ്യാപകരെയും ഉടനടി സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ഈ നേരത്തെ നിയമനാംഗീകാരം നേടിയെടുക്കുകയും എന്നാൽ കേറ്ററ്റ് യോഗ്യതയല്ലാതെ സ്ഥാനക്കയറ്റം ചെയ്യുകയും ചെയ്തവരെ പഴയ തസ്തികയിലേക്ക് തരം താഴ്ത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, കേറ്ററ്റ് യോഗ്യതയില്ലാത്തവരെ നിയമിക്കുകയോ സ്ഥാനക്കയറ്റം നൽകുകയോ ചെയ്ത മാനേജ്മെന്റുകാർക്ക് അയോഗ്യത കൽപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരവിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഈ മാസം തന്നെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കണം. നിലവിൽ നിയമനാംഗീകാരം കാത്തു നിൽക്കുന്ന 100 കണക്കിന് അധ്യാപകരാണ് ഉത്തരവ് വഴി പുറത്താക്കുക. പിന്നീട് യോഗ്യത നേടുമെന്ന കണക്കുകൂട്ടലിലാണ് പല മാനേജ്മെന്റുകളും യോഗ്യതാ പരീക്ഷ ജയിക്കാത്തവരെ നിയമിച്ചത്. 2002 ജൂൺ മുതൽ നിയമിതരാകുന്ന അധ്യാപകർക്കാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം യോഗ്യതാ പരീക്ഷ നിർബന്ധം. അപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്, ഈ പത്രവാർത്ത നേരത്തെ ഒരു പത്രവാർത്തയാണ്. ഈ പത്രവാർത്ത ഒരുപാട് പേർക്ക് സങ്കടമാക്കുന്ന 100 കണക്കിന് അധ്യാപകരെ ഇപ്പോഴും കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകളിൽ കാത്തിരിക്കുന്ന അധ്യാപകർക്ക് പലർക്കും കേറ്ററ്റില്ല. അപ്പം ഒരു മാനേജ്മെന്റിലേക്കൊക്കെ ചെന്ന് അത് കഴിയുന്നതിന് ശേഷം കേറ്ററ്റില്ലാതെ വീണ്ടും തിരിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷമമാണ്. പക്ഷെ അവർക്കുള്ള ഒരു പരിഹാരം ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ട് മുമ്പിലത്തെ ദിവസം കേരള പരീക്ഷാ ഭവൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിതാണ് അവർക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഒരു അപേക്ഷ വന്നിരിക്കുന്നു. അതായത് നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷനാണ് 10/4/2025 സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സാധാരണ പ്രൊസീജിയറാണ്. ദെൻ എന്താണ്, ജൂൺ തുറക്കുന്നതിനിപ്പുറം പരീക്ഷ നടത്തുകയാണ് ഇവിടെ വരുന്നത്. 29/5/2025 കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറിക്കും വേണ്ടി പരീക്ഷ നടപ്പിലാക്കുന്നത്. സാധാരണ കേറ്ററ്റ് പരീക്ഷ നടത്തുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 100 കണക്കിന് അധ്യാപകർ ഇപ്പോഴും കേറ്ററ്റ് ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല അഭിപ്രായമാണ് ഉള്ളത്. പലർക്കും ഇതിൻ്റെ അപേക്ഷ വിളിക്കുന്നതും സമയവും ഒന്നും അറിയുന്നില്ല. പിന്നെ പലവിധ തിരക്കുകൾ പറയാറുണ്ട്. ഞങ്ങൾ ഒരുപാട് അധ്യാപകരെ കഴിഞ്ഞ തവണകളിൽ എനിക്ക് പേഴ്സണൽ 1-to-1 സെഷൻസ് ഉണ്ടായിരുന്നു. 2015 കാലം തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കേറ്ററ്റിന് ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നും ഒരുപാട് മാനേജ്മെൻറ്റിൻ്റെ റെഫറൻസോട് കൂടി തന്നെ കുട്ടികൾ, ടീച്ചേഴ്സ് നേരിട്ട് വന്നിട്ട് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ് വേണം, എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ട്രക്ചർ, അതിൽ പാസ്സാകാനുള്ളത് പഠിപ്പിച്ചു തരിക, ഇതാണ് മെയിനായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്. ഇന്നലെയും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഞാൻ പുതിയ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേറ്ററ്റ് പഠിക്കാൻ ആവശ്യമുള്ള കാര്യം മാത്രം പഠിച്ച് നിങ്ങളുടെ കാറ്റഗറി 1 ആകട്ടെ 2 ആകട്ടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കാറ്റഗറി 3ക്കും നമ്മൾ ക്ലാസ്സുണ്ട്, 4നും ക്ലാസ്സുകളുണ്ട്. അപ്പം ഏത് കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകരുണ്ട്. ആ അധ്യാപകർ കൃത്യമായ ക്ലാസ്സുകൾ നൽകുകയും അത് പഠിക്കാൻ നിങ്ങൾ മെനക്കെടുകയും ചെയ്താൽ നിങ്ങൾ ഈ വിഷമം മറന്നേക്ക്, നിങ്ങളിഞ്ഞ് പോന്നോളൂ, ഞങ്ങൾ പാസ്സാക്കി തരാം. അത് ഞങ്ങളുടെ ഉറപ്പാണ്. കാരണം ഓരോ തവണയും നിങ്ങളെപ്പോലെ ഒരുപാട് പ്രശ്നമുള്ള ടീച്ചേഴ്സ് ഇവിടെ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കേറ്ററ്റ് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങൾ എന്തുകൊണ്ട് പാസ്സാകുന്നില്ല, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ പറ്റും. പലപ്പോഴും ടീച്ചേഴ്സ് പാസ്സാകാത്തത്, ഒന്നാമത് പല ടീച്ചേഴ്സിനും ഇപ്പോഴും ഇതിന് കോച്ചിങ്ങിന് പോകുന്നത് ഭയങ്കര നാണക്കേടാണ്. ഒരു കോച്ചിങ് എടുക്കണോ, അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും? ഇത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഓൺലൈനിൽ നിങ്ങൾക്കൊരു മൊബൈലും ഒരു പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷനും വേണം.
കാരണം അതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മണിക്കൂറുകളോളം സെഷൻസ് തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയുള്ളൂ. അപ്പം അങ്ങനെ നിങ്ങളുടെ വിഷയങ്ങൾ, ഓരോ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഏത് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും നിങ്ങളുടെ പൈസ ഒന്നും നഷ്ടമാകാത്ത രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കും. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് എല്ലാ പ്രാവശ്യവും അഡ്മിഷൻ കൊടുക്കാറുള്ളത്. കാരണം ഇൻഡിവിജ്വൽ പരിഗണന ഈ ടീച്ചേഴ്സിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രശ്നമുണ്ട് എങ്കിൽ ഒരുപാട് പേര് വളരെ വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് തകർന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുകയാണ്, പേടിക്കേണ്ട, നമുക്കിതിന് സൊല്യൂഷനുണ്ട്. ക്ലിയറായി പഠിച്ചാൽ മാത്രം മതി. പഠിക്കണം, പഠിക്കാതെ ഒരു രക്ഷയുമില്ല. പക്ഷേ ആവശ്യമുള്ളത് പഠിക്കുക. അല്ലാതെ റാങ്ക് ഫെയിൽ മേടിച്ച് പഠിക്കുക അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടാൽ ഒന്നും നമ്മളിത് പാസ്സാവില്ല. നമുക്ക് കണക്ക് ചെയ്യണോ കണക്ക് ചെയ്ത് ശീലിക്കണം. നമ്മൾ ടീച്ചറാണെന്നുള്ളത് മറന്നേക്ക്. ഇപ്പം നമ്മൾ എന്താണ്, ഒരു ആസ്പിരൻ്റ് ആയിട്ട് ഏറ്റവും അത്യാവശ്യം ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. 2 മാസത്തിനടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. ആ സമയം യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് ഇത് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലാസ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. കോഴ്സിനെ പറ്റി, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും അതോടൊപ്പം തന്നെ അതിലുള്ള കണ്ടന്റുകളും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ടീച്ചേഴ്സിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. സർവീസ് കേറ്ററ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സർവീസ് കേറ്ററ്റ് എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് അറിയാൻ വേണ്ടി ഞങ്ങളെ കണക്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.